നമ്മൾ കുറേ നേരമായി ഒന്നും മിണ്ടാതെ. തനിക്കൊന്നും പറയാനില്ലേ? വല്ലാതെ കാണണമെന്ന് തോന്നിയുകൊണ്ടാണ് ഇവിടം വരെ വരാൻ പറഞ്ഞത്. സേതു ഇപ്പൊ എവിടെയാ? എന്ത് ചെയ്യുന്നു? ബിസിനസ് ആയിരുന്നു. ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്തു. ആദ്യം ജോലിയായിരുന്നു. അന്നൊരിക്കൽ പ്രിയെ കാണാനായി നാട്ടിൽ വന്നിരുന്നു. ശരിക്കും? പക്ഷേ കാണാനാവാതെ തിരികെ പോകേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു ദാസാണ് പറഞ്ഞത് പ്രിയയുടെ വിവാഹം കഴിഞ്ഞെന്ന്. ആദ്യം സത്യത്തിൽ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. പിന്നെ ഒരു യാഥാസ്ഥിക കുടുംബത്തിലെ ഒറ്റ പെൺതരിക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാനാവുമല്ലേ? കോളേജിൽ വെച്ച് തൻ്റെ ചേട്ടന്മാർ എന്നെ ഹോസ്റ്റലിൽ കയറി തല്ലിയത് ഓർമ്മയുണ്ടോ തനിക്ക്? പിന്നെ ഒടിഞ്ഞ കൈകൊണ്ട് സേതു അന്ന് എഴുതിയ കത്തും എനിക്ക് ഓർമ്മയുണ്ട്. അടി ഇനിയും ഉറപ്പാണ്. കുഴമ്പിട്ട് തിരുമ്മിത്തരാൻ നീയും ഉണ്ടാവുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണല്ലേ കമ്മ്യൂണിക്കേഷന്. നമ്മുടെ കോളേജ് ലൈഫ് ഇന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മള്. പക്ഷെ പ്രിയ, സൗകര്യങ്ങൾ കുറവുള്ള അന്നത്തെ പ്രണയത്തിനായിരുന്നില്ലേ കൂടുതൽ ആർദ്രതയും ആഴവും ഒപ്പം വിരഹത്തിന്റെ വേദനയും? അല്ല, തനിക്ക് സുഖമല്ലേ? ഹസ്, ഫാമിലി? പറയാം. അതിനു മുമ്പ് സേതു പറ, എങ്ങനെ പോകുന്നു ലൈഫ്? എന്റെ വൈഫിനെ സമ്മതിക്കണം. ഇങ്ങനെ സഹിക്കുന്നു ഇയാളെ. എന്നെ സഹിക്കാൻ കുറച്ച് പാടാണല്ലേ? അങ്ങനെ ആരും എന്നെ ബുദ്ധിമുട്ടി സഹിക്കേണ്ടത് ഞാനും കരുതി. എടോ, ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചും സഹിച്ചും ഒക്കെ അങ്ങനെ പോകുന്നു. ഫ്രീ ബേർഡ്. അപ്പോ സേതു വിവാഹം കഴിച്ചില്ലേ? നോ. ഒറ്റയ്ക്കല്ലല്ലോ, ഒരുപാട് നല്ല ഓർമ്മകൾ കൂട്ടിനുണ്ടല്ലോ. ഞാൻ എന്തിനാണ് തന്നോട് ഈ ഹൗസ് ബോട്ടിൽ കാണാമെന്ന് പറഞ്ഞതെന്നറിയാമോ? ഒരിക്കൽ നമ്മൾ ഒരുമിച്ച് കണ്ടൊരു സ്വപ്നമുണ്ടായിരുന്നു. ഒരു കളിവഞ്ചിയിൽ നമ്മൾ മാത്രമായി. പിന്നെയും ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ. മഴയത്തൊരു കുടക്കീഴിൽ തോളോട് തോള് ചേർന്ന്. എത്ര നല്ല നടക്കാത്ത സ്വപ്നമല്ലേ? പറയണോ തന്നെ വിശേഷങ്ങൾ? പഴയ പൊട്ടത്തിലും കുട്ടിത്തവും ഒക്കെ മാറി ഒരു വീട്ടമ്മ ലുക്കൊക്കെ വന്നു. അല്ലാതെ മറ്റു മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. പറയ്, കേക്കട്ടെ. അങ്ങനെ പോണു. കുട്ടികൾ? ഈ കള്ളത്തരം തന്റെ മുഖത്തിന് ഒട്ടും തന്നെ ചേരുന്നില്ല. കള്ളത്തരോ? എന്ത് കള്ളത്തരം? വർഷം 36 കഴിഞ്ഞെങ്കിലും തന്റെ മുഖമൊന്ന് മാറിയാൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഐ എം എ ഡിവോഴ്സി. ഞാനും തന്നെ പോലെ ഒറ്റയ്ക്ക. എന്തു പറ്റിയടോ? 3 മാസമേ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ. ചേരാത്ത 2 മനസ്സുകൾ ഒരേ വീട്ടിലെ 2 മുറികളിൽ. ഒത്തുപോയില്ലെന്ന് തോന്നിയപ്പോൾ പരസ്പരം സന്തോഷത്തോടെ ഭായ് പറഞ്ഞു. ഒറ്റയ്ക്ക് ജീവിക്കുക പരമബോറാണ്. കാത്തിരിക്കാനോ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനോ ആരുമില്ലാത്തൊരവസ്ഥ. പ്രിയപ്പെട്ട ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. എടോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഓർമ്മകളിൽ മാത്രം ഒന്നായവർക്ക് ജീവിതത്തിൽ ഒന്നിക്കാൻ കഴിയൂടോ? എന്താ എന്താ പറഞ്ഞേ? അല്ല പ്രിയ, ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ചൊരു തോണി തുഴഞ്ഞുകൂടെ? പണ്ട് സ്വപ്നം കണ്ട പോലെ. കമോൺ പ്രിയ, ഞാൻ വെറുതെ എൻ്റെ ഒരു മോഹം. അതുപോട്ടെ, നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കാറായി. വല്ലപ്പോഴും ഒരു മെസ്സേജ്, ഒരു ഫോൺ കോൾ, അതാകാമല്ലോ അല്ലേ? അപ്പം ഞാൻ തൽക്കാലം വിടവാകുന്നു. നാളെ ബാംഗ്ലൂർക്ക്. നമുക്കിനി ഓർമ്മകളിൽ കാണാം കേട്ടോ.
സേതു